ഇന്ന് ഞങ്ങളുടെ നിലു ബേബീൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനായിട്ട് ദേ കേക്കും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി റെഡിയാക്കി എടുത്തൊരു കേക്കായിരുന്നു. ഞാൻ തന്നെയാട്ടോ ഇത് ചെയ്തതും. അപ്പോൾ ദേ റെഡ് വെൽവെറ്റിൻ്റെ ഒരു ചെറിയൊരു കേക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ടുള്ളൊരു സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ കേക്കും കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ഫസ്റ്റ് ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിച്ചതുകൊണ്ട് ഇത് ചെറുതാക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ മാത്രമായിട്ടൊരു സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് പുറത്തുനിന്ന് ആൾക്കാരുടെ ആവശ്യമില്ല. നമ്മൾ 2, 3 ഫാമിലി തന്നെ ആകുമ്പോൾ തന്നെ അത്യാവശ്യം ആളുകളുണ്ട്. അതിൽ ഈ കുട്ടിപ്പട്ടാളങ്ങളാണ് ഞങ്ങളുടെ എല്ലാ ബർത്ത്ഡേക്കും എല്ലാ ആനിവേഴ്സറിക്കും എല്ലാത്തിനും കേക്ക് മുറിക്കുക. ഇവരുണ്ടായതിന് ശേഷം ഞങ്ങൾക്ക് ആ ഒരു ചാൻസ് കിട്ടിയിട്ടേ ഇല്ല കേക്ക് മുറിക്കാനായിട്ട്. എന്തായാലും അവർ ഈ പ്രാവശ്യം അത് നന്നായിട്ട് തന്നെ ചെയ്തു. എല്ലാവരും കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ തന്നെ കത്തിയെടുത്തിട്ട് സെർവ് ചെയ്യാണ്. കാരണം ഈ കുട്ടിപ്പട്ടാളത്തിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കിട്ടില്ല, എല്ലാവരുടെ വയറ്റിൽ പോകും. അതുകൊണ്ട് ജോ തന്നെ, എൻ്റെ കെട്ടിയോൻ തന്നെ കേക്ക് മുറിക്കുകയാണ്. കേക്ക് മുറിച്ചിട്ട് അത്യാവശ്യം എല്ലാവർക്കും കൊടുക്കാമെന്ന് കരുതിയിട്ട് പീസാക്കുകയാണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യണം, ആ മുറിച്ച് കിട്ടണ ആ ഒരു കഷ്ണത്തിന് വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് എനിക്കിതാന്ന് പറഞ്ഞിട്ട്. എന്തായാലും അവരുടെ ഊഴം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കൊക്കെ കിട്ടത്തുള്ളൂ എന്ന് ഞങ്ങൾക്ക് ഉറപ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പോയിട്ടില്ല വാങ്ങിക്കാനായിട്ട്. എങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ഗിഫ്റ്റ് കൈമാറലുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് പപ്പ സ്നേഹത്തോടു കൂടി ഒരു പീസ് എനിക്ക് കൊണ്ട് തന്നത്. അതിൻ്റെ ഉള്ളിലിരുന്ന ഐറ്റം കണ്ടോ എന്താണെന്ന്? ഒരു സ്റ്റിക്ക്. ഇത് ഞാൻ തന്നെ കുത്തിവെച്ചതായിരുന്നു കേക്കിൻ്റെ ഉള്ളിൽ. പക്ഷേ അത് കറക്റ്റ് എനിക്ക് തന്നെ കിട്ടി. നമ്മൾ കേക്ക് ഇങ്ങനെ വീഴാണ്ടിരിക്കാൻ നമ്മൾ ഹൈറ്റ് അതിൻ്റെ ഉള്ളിൽ കുത്തി വെക്കുന്ന ഒരു ഐറ്റമാണ് അത്, ആ സ്റ്റിക്ക്. പക്ഷേ കറക്റ്റായിട്ട് അത് എൻ്റെ വായിൽ തന്നെ പോയി. എന്തായാലും അപ്പോൾ ബിരിയാണി ഞാൻ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെറിയൊരു സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാം വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്. നല്ല രസമല്ലേ കാണാൻ? നല്ല ഡ്രസ്സായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചെറുതായിട്ട് നമ്മളെല്ലാം കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.